നിങ്ങൾ പതിവായി മേക്കപ്പ് ഉപയോഗിക്കുന്നവരാണോ? എങ്കിൽ സൂക്ഷിക്കണം. നിങ്ങളെ കാത്തിരിക്കുന്നത് മാരകമായ രോഗങ്ങളാണ്. ഇന്ന് ആൺപെൺ വ്യത്യാസമില്ലാതെ മിക്കവരും സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കാറുണ്ട്. മിക്കവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായും ഇത് മാറിയിട്ടുണ്ട്. ഇല്ലെന്ന് പറയാൻ പറ്റുമോ? മുഖം മുതൽ മുടി വരെ സംരക്ഷിക്കാനും കറുപ്പിക്കാനും വെളുപ്പിക്കാനും ഒക്കെ നമ്മൾ വിടുന്ന പാടും ചിലവാക്കുന്ന പൈസയും ചില്ലറയല്ല. ഇതിനൊക്കെയുള്ള സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വിപണിയിൽ സുലഭമാണ്. ഇതിനിടെ നടിയും മോഡലുമായ ഷെഫാലി ജാരിവാലയുടെ അകാല മരണം ഇത്തരം വസ്തുക്കളിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് വഴി തുറന്നു. സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകളാണ് നടന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്ക് സർക്കാർ വിലക്ക് ഏർപ്പെടുത്താൻ പോവുകയാണെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. ഡ്രഗ്സ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യയുടെ ശുപാർശ പ്രകാരം മെർക്കുറി അധിഷ്ഠിത സൗന്ദര്യവർദ്ധക വസ്തുക്കൾ നിരോധിക്കുന്നതിനെക്കുറിച്ച് കേന്ദ്രം ആലോചിക്കുന്നു. മെർക്കുറിയും അതിൻ്റെ സംയുക്തങ്ങളും ഉണ്ടാക്കുന്ന ദോഷകരമായ ഫലങ്ങളിൽ അതിൽ നിന്ന് മനുഷ്യൻ്റെ ആരോഗ്യത്തെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത ആഗോള കൺവെൻഷൻ്റെ നിർദ്ദേശങ്ങളും സർക്കാർ പരിഗണിക്കുന്നുണ്ടെന്നാണ് ലഭിക്കുന്ന സൂചന. ഇവരുടെ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ മെർക്കുറി അടങ്ങിയ എല്ലാ സൗന്ദര്യവർദ്ധക വസ്തുക്കളും നിരോധിക്കും. സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ നിർമ്മാണത്തിൽ മെർക്കുറിയുടെ ഉപയോഗം കർശനമായി നിരുത്സാഹപ്പെടുത്തുകയോ അവസാനിപ്പിക്കുകയോ ചെയ്യണമെന്നാണ് ശുപാർശ. ഇന്ത്യയിൽ 2020 കോസ്മെറ്റിക് നിയമപ്രകാരം മെർക്കുറിയുടെ അളവ് പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. കണ്ണുകളുടെ മേക്കപ്പിൽ മെർക്കുറിയുടെ അളവ് 0.007% കവിയാൻ പാടില്ല. മറ്റ് സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങളിൽ മെർക്കുറി 1 ppm കൂടരുതെന്നും കോസ്മെറ്റിക്സ് നിയമത്തിൽ വ്യക്തമാക്കുന്നു. $20 ബില്യൺ ഇന്ത്യൻ കോസ്മെറ്റിക്സ് വിപണിയുടെ മൂല്യം. മെർക്കുറി അടങ്ങിയ ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ വിപണിയിൽ നിന്ന് ഘട്ടം ഘട്ടമായി നീക്കാനുള്ള ആലോചനയിലാണ് കേന്ദ്ര സർക്കാർ. പ്രാരംഭ നടപടിയായി സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന കമ്പനികളോട് മെർക്കുറി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് സ്വയം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ വെളിപ്പെടുത്താൻ സർക്കാർ ആവശ്യപ്പെട്ടേക്കും. തുടർന്ന് ലാബ് പരിശോധനകളും സാമ്പിളുകളുമൊക്കെ നടത്തും. ആൻറ്റി ഏജിങ് ക്രീമുകൾ, ഐ മേക്കപ്പ്, സ്കിൻ വൈറ്റനിങ് ലോഷനുകൾ, നെയിൽ പോളിഷുകൾ തുടങ്ങിയ മേക്കപ്പ് ഉൽപ്പന്നങ്ങളിലാണ് മെർക്കുറി കൂടുതലായി ഉപയോഗിക്കുന്നത്. ചർമ്മം വെളുപ്പിക്കാനുള്ള കഴിവാണ് മെർക്കുറിക്ക് ഡിമാൻഡ് ഉയർത്തുന്നത്. അതുകൊണ്ട് തന്നെ മുഖത്തിടുന്ന ക്രീം മുതൽ ലോഷൻ വരെ നിരീക്ഷിക്കും. ചർമ്മത്തിന് തിളക്കം നൽകുന്ന സോപ്പുകളെ, ക്രീമുകൾ, ക്ലെൻസിങ് ഉൽപ്പന്നങ്ങൾ, മസ്കാര തുടങ്ങിയ സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ മെർക്കുറി ഉപയോഗിക്കുന്നുണ്ടെന്ന് ലോകാരോഗ്യ സംഘടന നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. മനുഷ്യ ശരീരത്തെ വളരെ ദോഷകരമായി ബാധിക്കുന്ന രാസമൂലകമാണ് മെർക്കുറി. ചർമ്മം ചുവക്കുക, ചൊറിച്ചിലും പാടുകളും ഉണ്ടാവുക തുടങ്ങിയ ത്വക്ക് രോഗങ്ങൾക്ക് മാത്രമല്ല ക്യാൻസറിന് വരെ ഇത് കാരണമാകുന്നു. മെർക്കുറി അടിസ്ഥാനമാക്കിയുള്ള സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ ദീർഘകാല ഉപയോഗം അത് ചർമ്മത്തിൽ വീക്കം ഉണ്ടാക്കുകയും ചർമ്മത്തിൻ്റെ നിറം സ്ഥിരമായി മാറുമെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. മെർക്കുറി ചേർന്ന വസ്തുക്കൾ ചർമ്മത്തിൽ തുളച്ചു കയറുകയും രക്തപ്രവാഹത്തിൽ പ്രവേശിക്കുകയും ചെയ്യുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. ഇത് കേന്ദ്ര നാഡീവ്യൂഹത്തിന് കേടുപാടുകൾ വരുത്തും. വിറയൽ, ഓർമ്മക്കുറവ്, മാനസികാവസ്ഥയിലെ മാറ്റങ്ങൾ, വൈജ്ഞാനിക വൈകല്യങ്ങൾ, നാഡീവ്യവസ്ഥയ്ക്ക് സ്ഥിരമായി ഏൽക്കാവുന്ന കേടുപാടുകൾ തുടങ്ങിയവയ്ക്ക് ഇത് കാരണമാകും. മാത്രമല്ല ഇത് വൃക്ക തകരാറിലേക്ക് നയിക്കുകയും രോഗപ്രതിരോധ ശേഷിയെ ദുർബലപ്പെടുത്തുകയും ചെയ്യുമെന്നും ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വാങ്ങുമ്പോൾ അവയിൽ മെർക്കുറി അടങ്ങിയിട്ടുണ്ടോ എന്ന് ലേബൽ വായിച്ച് മനസ്സിലാക്കി വേണം ഇതൊക്കെ വാങ്ങിക്കാൻ. അതേ ഉള്ളൂ ഇതിനുള്ള പ്രധാന പ്രതിവിധി. ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ മാത്രം വാങ്ങുക. തീരെ വില കുറഞ്ഞവ വാങ്ങാതിരിക്കുക. ചർമ്മം വെളുക്കാനുള്ള വസ്തുക്കൾ ഒഴിവാക്കുന്നതും ഉത്തമമാണ്. അതായത് വെളുക്കാൻ തേച്ചത് പാണ്ടാവരുത്. എന്തിനാ കയ്യിലിരിക്കുന്ന കാശ് കൊടുത്ത് നമ്മൾ ഈ രോഗങ്ങൾ മേടിച്ചു വയ്ക്കുന്നത്?